2001 അപകടം ഉണ്ടായി. അന്ന് ഇന്നത്തെ അത്രയും ആത്മീയ പക്വതയില്ല. ഞാൻ എൻ്റെ കാറിൽ വെച്ച് നിലവിളിച്ചുകൊണ്ട് പറഞ്ഞു, എൻ്റെ അപ്പനോ എൻ്റെ അമ്മയോ എൻ്റെ സഹോദരങ്ങളോ ഇല്ലാത്ത നാട്ടിൽ, ആരുമില്ലാത്തിടത്ത് ഞാൻ ബ്ലീഡിംഗ് ആയിട്ട് റോഡിൽ കിടക്കുകയാണല്ലോ യേശുവേ എന്ന് ഞാൻ പറഞ്ഞു. പറയരുതായിരുന്നു, പറഞ്ഞു. കാരണം എൻ്റെ ഭാര്യയാണ് ഓടിച്ചിരുന്നത്. അവളും ഏതാണ്ട് അബോധാവസ്ഥയിലായി. രാത്രി 1 മണി. ഞാൻ അറിയാതെ ഈ വാക്ക് പറഞ്ഞു തീരുമ്പോൾ, അപ്പോൾ ഒരു 10 മിനിറ്റ് അങ്ങനെ കിടന്നു. ബ്ലഡാണ് മുഴുവനും. പറഞ്ഞു തീരുമ്പോൾ ഒരു അംബാസഡർ കാർ അവിടെ വന്നു. ഞാനിങ്ങനെ കൈപൊക്കി. അപ്പം ഞങ്ങൾ മരിച്ചിട്ടില്ലെന്ന് മനസ്സിലായിട്ടാ മനുഷ്യൻ ഇറങ്ങി വന്ന്, പിന്നത്തെ കഥ നീട്ടുന്നില്ല, ഞങ്ങളെ രക്ഷിച്ചു. അടുത്തുള്ള ആശുപത്രി ചെന്നപ്പോൾ പ്രതീക്ഷയില്ലെന്ന് പറഞ്ഞു. അപ്പോഴേക്കും ടാക്സിക്കാരൻ സ്ഥലം വിട്ടുപോയി. ആശുപത്രിക്കാർക്ക് എന്താ ചെയ്യേണ്ടതെന്ന് അറിയാൻ മേല. ആശുപത്രിയിലെ മെയിൻ ആൾ പുറത്തിറങ്ങി അയൽവക്കത്തുള്ള വീട്ടിൽ അന്വേഷിച്ചു. ഇങ്ങനെ 2 മേജർ കേസ് ഇവിടെ കൊണ്ടുവന്നാക്കിയിട്ടുണ്ട്, നിങ്ങൾ അറിയുമെന്ന് നോക്കാൻ പറഞ്ഞപ്പോൾ ആ ടൗണിലുള്ള ഒരു വ്യവസായി, ഒരു വ്യാപാരി വന്ന് കണ്ടിട്ട് പറഞ്ഞു, ഞാൻ അറിയുന്ന ആളാണ്. അദ്ദേഹം വിശ്വാസിയല്ല. അദ്ദേഹത്തിൻ്റെ കാറിൽ ഞങ്ങളെ എറണാകുളത്തേക്ക് കൊണ്ടുപോയി. ഞങ്ങളൊക്കെ അന്യനാട്ടിലാണ് വേല ചെയ്യുന്നത്, ആരുമില്ല. എപ്പോഴും ബ്ലഡ് റിലേഷൻ ഒരു പ്രത്യേക വിലയുണ്ട്, ആരും വേണ്ടത്തില്ല. മെഡിക്കൽ ട്രസ്റ്റ് ഹോസ്പിറ്റലിലേക്ക് ചെല്ലുമ്പോൾ രാത്രി 2 അല്ലെ 2:30, കാഷ്വാലിറ്റിയുടെ വാതിക്കൽ പൊക്കം കുറഞ്ഞൊരു ചെറുപ്പക്കാരൻ നിൽക്കുക. ഒരു തടിച്ച കവർ നിറയെ പൈസയാണ്. ഡോക്ടറുടെ കയ്യിലോട്ട് കൊടുത്തിട്ട് പറഞ്ഞു, ഇവരുടെ ജീവൻ രക്ഷിക്കണം, എത്ര പൈസ ആണെങ്കിലും ഞാൻ കൊണ്ടു തന്നോളാം. ആ പയ്യനെ ഞാൻ അറിയില്ല. സ്പെഷ്യൽ ഫേവർ ദൈവം നിനക്ക് തന്നിട്ടുണ്ടെങ്കിൽ, പ്രത്യേക കരുതൽ ദൈവം നിനക്ക് തന്നിട്ടുണ്ടെങ്കിൽ, പ്രത്യേക കാവൽ ദൈവം നിനക്ക് തന്നിട്ടുണ്ടെങ്കിൽ, അതിൻ്റെ അർത്ഥം എന്നാണെന്നറിയാമോ? നീ വ്യത്യസ്തമായ ഫലം കൊടുക്കേണ്ടവനാണ്. ഇതുപോലൊരു നല്ല കാലം ഇനി വരാനില്ല. ഒരു മെസ്സേജ് 1 മിനിറ്റ് കൊണ്ട് 1,00,000 പേരുടെ അടുത്ത് എത്തിക്കാവുന്ന കാലത്താണ് നമ്മൾ ജീവിക്കുന്നത്. സോഷ്യൽ മീഡിയ എന്ന സൂപ്പർ ഹൈവേ പോസിറ്റീവായിട്ട് ഉപയോഗിക്കാൻ കഴിവുള്ളവർ ഇവിടെ ഇരിപ്പുണ്ടല്ലോ. ഞാൻ ഇവിടുത്തെ സംഭവങ്ങളൊക്കെ ഇങ്ങനെ സോഷ്യൽ മീഡിയ വരുന്ന കണ്ടപ്പോൾ എനിക്ക് മനസ്സിലായി, ആരോ കഴിവുള്ള പിള്ളേർ ഇതിൻ്റെ പുറകിലുണ്ട്. പേര് എനിക്കറിയാം, പറയുന്നില്ല. സ്മാർട്ട്, വളരെ ബ്യൂട്ടിഫുൾ ആയിരിക്കുന്നു അതിൻ്റെ വർക്ക്. ആമേൻ. സോഷ്യൽ മീഡിയ സൂപ്പർ ഹൈവേ സുവിശേഷത്തിന് വേണ്ടിയാ തുറന്നത്. മൈക്ക് കണ്ടുപിടിച്ചെന്തിനാ? സുവിശേഷം പ്രസംഗിക്കാൻ. കാറ് കണ്ടുപിടിച്ചെന്തിനാ? മിഷണറിക്ക് യാത്ര ചെയ്യാൻ. കപ്പൽ കണ്ടുപിടിച്ചെന്തിനാ? പൗലോസിന് യാത്ര ചെയ്യാൻ. അച്ചടിയന്ത്രം കണ്ടുപിടിച്ചെന്തിനാ? ബൈബിൾ പ്രിന്റ് ചെയ്യാൻ. സംശയം വേണ്ട, ഒരു സംശയവും വേണ്ട. നിനക്കുള്ള ആരോഗ്യം, നിനക്കുള്ള ബുദ്ധി, നിനക്കുള്ള വിവേകം, നിനക്കുള്ള ഫെസിലിറ്റി ഓൺലി ഫോർ ഗോസ്പൽ. സഭായോഗത്തിൽ പണ്ട് മുതലേ സാക്ഷ്യം പറഞ്ഞിട്ടുള്ളതും പറഞ്ഞു കേട്ടിട്ടുള്ളതും ഇതാണ്. കഴിഞ്ഞ ഒരാഴ്ചക്കാലം കർത്താവ് എനിക്ക് നല്ലവനായിരുന്നു, വിശ്വസ്തനായിരുന്നു. നിങ്ങളെനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. ആണ്ടവസാനത്തിന് പറയുന്നത്, കഴിഞ്ഞ 1 വർഷക്കാലം കർത്താവ് എനിക്ക് നല്ലവനായിരുന്നു, വിശ്വസ്തനായിരുന്നു. പിന്നെ ഒരു വാക്കുകൂടി ആണ്ടവസാനത്തിന് അധികം പേരും പറയും. ആഗ്രഹിച്ചതുപോലെ ഒന്നും കർത്താവിന് വേണ്ടി ചെയ്യാൻ എനിക്ക് പറ്റിയില്ല. ഈ 1 വർഷം കർത്താവിന് വേണ്ടി കുറച്ചുകൂടെ പ്രവർത്തിക്കാൻ എനിക്ക് ആഗ്രഹമുണ്ട്. അങ്ങനെയൊന്നും പറയുന്നവരെ പരിഹസിക്കുന്നത് ശരിയല്ല, പരിഹസിക്കുകയല്ല. എന്നാൽ അങ്ങനെ തന്നെ പറഞ്ഞുകൊണ്ടിരിക്കാനാണോ ഭാവം? അതോ കഴിഞ്ഞ വർഷത്തേക്കാൾ ഈ വർഷം എനിക്ക് കർത്താവിൻ്റെ നാമത്തിൻ്റെ മഹത്വത്തിന് വേണ്ടി
പ്രവർത്തിക്കാൻ കഴിഞ്ഞു എന്ന് പറയാനൊരു കൊതിയുണ്ടോ? എന്നെങ്കിലും ഒരിക്കൽ പറയണ്ടേ, ഞാൻ നല്ല പോർ പൊരുതു, ഓട്ടം തികച്ചു, വിശ്വാസം കാത്തു എന്ന് പറയണ്ടേ? അതോ അത് മരണ വീട്ടിൽ പറഞ്ഞാൽ മതിയോ? കർത്താവേ, അങ്ങ് ഏൽപ്പിച്ചത് ഞാൻ ചെയ്തിരിക്കുന്നു എന്ന് പറയാൻ ദൈവം നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്നു. ദൈവത്തിൻ്റെ ദൂത് കൈമാറിയ ദൈവദാസന്മാരോട് നന്ദി പറയുന്നു. ദൈവം അവരെ അനുഗ്രഹിക്കട്ടെ. ബഹുമാനപ്പെട്ട എബ്രാം ജോർജ് പാസ് കഴിഞ്ഞ ദിവസം ക്ഷീണിതനായിരുന്നപ്പോൾ വീട്ടിൽ പോയി കാണാനിടയായി. കുമ്മനാട് കൺവെൻഷനിൽ ഞാനും പ്രസംഗിക്കുന്ന രാത്രിയിൽ ദൈവദാസനായിരുന്നു അധ്യക്ഷൻ. അദ്ദേഹത്തിൻ്റെ രീതികളും കാര്യങ്ങളുമൊക്കെ വ്യത്യസ്തമാണ്, എക്സ്ട്രാ ഡിഫറൻ്റാണ്. അദ്ദേഹം കൈ പകുതി മടക്കിയേ വെക്കത്തുള്ളൂ. അദ്ദേഹത്തിന് അങ്ങനെ ഒരു അന്തരീക്ഷം സൃഷ്ടിക്കുന്ന പരിപാടിയോ അതൊന്നും അറിയത്തില്ലെന്നല്ല, ഒന്നും ചെയ്യത്തില്ല, അതിലൊന്നും വിശ്വസിക്കുന്നില്ല. എല്ലാം സ്ട്രെയിറ്റ് ഫോർവേഡ്. പിന്നെ അസാധാരണമായ ഒരു ധൈര്യത്തിൻ്റെ മനുഷ്യനാണ്. അപ്പോൾ താൻ സ്റ്റേജിൽ നിന്ന് യോഗത്തിൻ്റെ പകുതി സമയത്ത് ബാഗ് തുറക്കുന്നു, ബൈബിൾ എടുത്തു വെക്കുന്നു, എഴുന്നേൽക്കുന്നു, വിട്ടുപോകുന്നു. അടുത്തിരിക്കുന്ന ആളോട് എന്തോ ചെവി പറയുന്നു. പോകുന്ന വഴി ഡോക്ടർ വത്സൻ എബ്രഹാം എന്തോ പറയുന്നു. അന്നേരം കൈകൊണ്ട് വേണ്ടാന്ന് കാണിച്ചു. എനിക്കൊന്നും മനസ്സിലായില്ല. പിന്നെയാണ് അറിഞ്ഞത് താൻ ശരീരത്തിൽ അത്രമാത്രം ബുദ്ധിമുട്ട് അനുഭവിച്ചിട്ടാണ് പോയത്. കഴിഞ്ഞ ദിവസം ഇവിടെ ഒരു വിവാഹത്തിന് വന്നപ്പോൾ തന്നെ വീട്ടിൽ പോയി കാണാൻ ആഗ്രഹിച്ചു, സാധിച്ചു. അങ്ങനെ പോയത് കാരണം ഒരു 5-6 പുസ്തകം എനിക്ക് കിട്ടി. അത് കുഞ്ഞു പുസ്തകമൊന്നും അല്ല, ഒരു 100-300 രൂപ ഒരെണ്ണത്തിന് വില വരുന്ന ഘനമേറിയ ആശയമുള്ള പുസ്തകങ്ങൾ എടുത്ത് തന്നു. ഞാനൊക്കെ ഇനി വായിച്ചാൽ എന്നാ പ്രസംഗിക്കാനാ, എന്നാ ഓർത്തിരിക്കാനാ, നിങ്ങളൊക്കെ വായിച്ചാൽ ചിലപ്പം പ്രയോജനം വരും എന്ന് പറഞ്ഞ് തന്നു. ഞാനതെല്ലാം വായിച്ചുകൊണ്ടിരിക്കുകയാണ്. എനിക്ക് പുസ്തകങ്ങളെ വലിയ ഇഷ്ടമാണ്. ഏബ്രഹാം ലിങ്കൻ ഒരിക്കൽ പറഞ്ഞു, നിങ്ങൾ ആരെങ്കിലും എനിക്കൊരു ഗിഫ്റ്റ് തരാൻ ആഗ്രഹിക്കുന്നെങ്കിൽ, ഏബ്രഹാം ലിങ്കൻ പറഞ്ഞതാണ്, നിങ്ങളാരെങ്കിലും എനിക്കൊരു ഗിഫ്റ്റ് തരാൻ ആഗ്രഹിക്കുന്നെങ്കിൽ ഞാൻ ഇന്ന് വരെ വായിക്കാത്ത ഒരു പുസ്തകമായിരിക്കട്ടെ. അതുകൊണ്ട് നിങ്ങൾ നന്നായി വായിക്കണം എന്ന് ഞാൻ നിങ്ങളെ പ്രോത്സാഹിപ്പിക്കുന്നു. വായന നമ്മെ പല വിധത്തിലും ശക്തരാക്കും. നല്ല പുസ്തകങ്ങൾ നമ്മുടെ ഇടയിൽ ഇറങ്ങട്ടെ എന്നും ഞാൻ ആഗ്രഹിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. ഈ ശുശ്രൂഷയ്ക്ക് നേതൃത്വം കൊടുക്കുന്ന ദൈവദാസന്മാരെ എല്ലാവരെയും ബഹുമാനിക്കുന്നു. ഇവിടെ വന്ന ദൈവജനത്തോട് ബഹുമാനവും നന്ദിയും പ്രകാശിപ്പിക്കുന്നു. അതുകൊണ്ട് ദൈവത്തിന് നമ്മെക്കുറിച്ചുള്ള പ്രതീക്ഷ, അതാണ് എൻ്റെ ദൂത്, എന്നെ ഏൽപ്പിച്ച ദൂത്. ഇങ്ങനെയെല്ലാം ദൈവം നമുക്ക് വേണ്ടി കരുതുമ്പോൾ, ദൈവം നമ്മെ നടത്തുമ്പോൾ എന്തെങ്കിലും ഒന്ന് നമ്മിൽ നിന്ന് പ്രതീക്ഷിക്കുന്നില്ലേ? എന്തിനാണ് നമ്മളെ ഇവിടെ ഇങ്ങനെ വെച്ചിരിക്കുന്നത്? നമ്മളിങ്ങനെ കൂടണം പാടണം എന്നോർത്താണോ? അതൊക്കെ ഉണ്ടെങ്കിലും അതിനപ്പുറത്ത് ചില പ്രതീക്ഷകൾ ദൈവത്തിന് നമ്മെക്കുറിച്ചുണ്ട്. സ്തോത്രം, 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 സ്തോത്രം. പ്രതീക്ഷയോടുകൂടെ നമ്മെ നോക്കി നിൽക്കുന്ന കർത്താവിനെ നിങ്ങളൊന്ന് കാണുക. ഞാനൊരു സ്റ്റോറി പറയാം. ഒരു വിറക് വെട്ടുകാരൻ കാട്ടിപ്പോയി വിറക് വെട്ടി കൊത്തിക്കേറി നാടുകളിൽ പട്ടണങ്ങളിൽ കൊണ്ടു കൊടുത്ത് ഉപജീവനം കഴിക്കുന്ന ആളാണ്. അങ്ങനെ അനേക നാളുകൾ കാട്ടിലേക്ക് കയറി ഉണങ്ങി നിൽക്കുന്ന കമ്പുകൾ, വിറകുകൾ വെട്ടിക്കൊണ്ടുപോകും. അങ്ങനെ ഉൾവനത്തിലേക്ക് ചെല്ലുമ്പോൾ ഒരു ദിവസം ഒരു സന്യാസി
ഒരു വലിയ മരത്തിൻ്റെ ചുവട്ടിലിരിക്കുന്നു. ഈ വിറക് വീട്ടുകാരനെ കണ്ടപ്പോൾ അദ്ദേഹം ചോദിച്ചു, ഹലോ, എന്തുണ്ട് വിശേഷം? എന്താ ജോലി? ഞാനിങ്ങനെ ചെറിയ വിറകുകളെ വെട്ടി വിൽക്കുന്ന ആളാണ്. ഓ, ഇപ്പോൾ ജീവിക്കുന്നതിനേക്കാൾ കുറച്ചുകൂടെ മെച്ചപ്പെട്ട ഒരു ജീവിതം നയിക്കാൻ ആഗ്രഹമുണ്ടോ? അവിടെ പുള്ളിയുടെ മുഖത്തൊരു നല്ല ചിരി വിടർന്നു. ഇന്ന് വരെ ആരും തന്നോട് അങ്ങനെ ചോദിച്ചിട്ടില്ല. അതുകൊണ്ട് താൻ ഒന്നുകൂടെ ഇങ്ങനെ മുഖത്തേക്ക് നോക്കിയപ്പോൾ ചോദിച്ചു, ഇപ്പം ജീവിക്കുന്നതിനേക്കാൾ കുറച്ചുകൂടെ ബെറ്ററായിട്ട് ഒരു ജീവിതം നയിക്കാൻ ആഗ്രഹമുണ്ടോ? എന്ന് പറഞ്ഞ് നിശ്ചയമായിട്ടുമുണ്ട്. ഞാനൊരു ചെറിയ എക്സർസൈസ് ചെയ്യിപ്പിച്ചാൽ കുഴപ്പമുണ്ടോ? അടുത്തിരിക്കുന്ന ആൾക്കൊന്ന് കൈ കൊടുത്തേ പ്ലീസ്. അടുത്തിരിക്കുന്ന ആൾക്ക് കൈ കൊടുത്തിട്ട് ചോദിക്കുക, ഇപ്പോൾ ആയിരിക്കുന്നതിനേക്കാൾ കുറച്ചുകൂടെ ദൈവത്തിന് പ്രയോജനപ്പെടാൻ ആഗ്രഹമുണ്ടോ എന്ന് ചോദിച്ചു. അപ്പോൾ എന്തെങ്കിലും ചെറിയൊരു ഉറക്കം വരുന്നുണ്ടെങ്കിൽ അതും അങ്ങ് പൊക്കോളും. ഓക്കെ, എന്നാ ഉത്തരം കിട്ടിയത്? യേസ് എന്നാണോ? നോ എന്ന് ഉത്തരം കിട്ടിയ വല്ലവരും ഉണ്ടോ? ഇല്ല. അപ്പോൾ ഈ സന്യാസി പറഞ്ഞു, അങ്ങനെയാണെങ്കിൽ തെണ്ട കിഴക്കുവശത്ത് നിൽക്കുന്ന മരത്തിൻ്റെ ചോട്ടിപ്പോയി കിളയ്ക്കാൻ പറഞ്ഞു. കിളച്ചപ്പോൾ വെള്ളിക്കട്ടികളാണ്. ഭയങ്കര സന്തോഷത്തോടെ പാവപ്പെട്ട കർഷകൻ അതെല്ലാം വാരി പോക്കറ്റിലും മുണ്ടിനകത്തും തോർത്തിനകത്തും എല്ലാം കെട്ടി. പിന്നെ സന്യാസിയെ നോക്കിയതൊന്നുമില്ല, പിന്നെ വിട്ടുപോയി. ഇത് വിൽക്കണ്ടേ? അത് വിറ്റ് ജീവിതത്തിൽ ആദ്യമായിട്ട് ആപ്പിള്, ഓറഞ്ച്, മുന്തിരി, മാതളപ്പഴം, പിള്ളേർക്ക് ഉടുപ്പ്, ഭാര്യയ്ക്ക് ചുരിദാറെല്ലാം മേടിച്ച് വീട്ടിൽ വന്നു. അവർ ചോദിച്ചത് എന്താ പറ്റി, ലോട്ടറി അടിച്ചോ? അങ്ങനെ ഒരു ചെറിയൊരു നന്മ ലഭിച്ചു. പിന്നെ ഒരു മാസത്തേക്ക് കാട്ടിലേക്ക് പോയില്ല. വീടിൻ്റെ ഭിത്തി പോയി പൊളിഞ്ഞു കിടന്ന ഭാഗമൊക്കെ ഒന്ന് തേച്ചു, കുറേ എല്ലാം സെറ്റപ്പ് ചെയ്തു. സ്കൂളിലെ ഫീസെല്ലാം കൊടുത്ത് തീർത്തു, പൈസ തീർന്നു. അപ്പോൾ ഭാര്യയോട് ചോദിച്ചു, ഇനി എന്നാടി പണി? നമ്മുടെ കോടാലി അവിടെ കാണുമല്ലോ, എടുത്തോണ്ട് പോക്കോ. പുള്ളി വീണ്ടും കാട്ടിലേക്ക് പോയി. ഈ പ്രാവശ്യം പുള്ളി സന്യാസി എവിടെ ഉണ്ടോ എന്നാണ് നോക്കുന്നത്. അങ്ങനെ ചെന്നപ്പോൾ സന്യാസി ഇരിപ്പുണ്ട്. ഹലോ, എന്തുകൊണ്ട് വിശേഷം? സുഖമാണോ? സുഖമാണ്. അങ്ങനെ ഈയിടേക്കും കാണാൻ അത് അന്നത്തെ പോക്കിൽ നല്ല വരുമാനം കിട്ടി, അതുകൊണ്ട്. ശരി, ഞാൻ വീണ്ടും ചോദിക്കുക, ഇപ്പോൾ ഉള്ളതിനേക്കാൾ കുറച്ചുകൂടെ മെച്ചപ്പെട്ട ജീവിതം നയിക്കാൻ താല്പര്യമാണോ? ആണോ? പ്രൈസ് ദി ലോർഡ്. ഈ ചോദ്യം ചോദിച്ചുകൊണ്ട് പോകണം വീട്ടിലേക്ക്. ഇപ്പോൾ ഉള്ളതിനേക്കാൾ വലിയ കാർ മേടിക്കണമെന്നല്ല ഞാൻ അർത്ഥമാക്കുന്നത്. ഇപ്പോൾ ഉള്ളതിനേക്കാൾ നന്ദിയുള്ള ജീവിതം, ഇപ്പോൾ ഉള്ളതിനേക്കാൾ ദർശനമുള്ള ജീവിതം, ഇപ്പോൾ ഉള്ളതിനേക്കാൾ സ്നേഹമുള്ള ജീവിതം, ഇപ്പോൾ ഉള്ളതിനേക്കാൾ പ്രത്യാശയുള്ള ജീവിതം, ഇപ്പോൾ ഉള്ളതിനേക്കാൾ ദൈവം പ്രസാദിക്കുന്ന ജീവിതം നയിക്കാൻ ആഗ്രഹം ഉണ്ടാകണം. പുള്ളി പറഞ്ഞു, ആഗ്രഹമുണ്ട്. ഇന്നത്തെ അപ്പുറത്തെ മരത്തിൻ്റെ ചുവട്ടിൽ പോയി മാന്താൻ പറഞ്ഞു. മാന്തി ഇപ്പോൾ സ്വർണ്ണക്കട്ടികളാ. സന്തോഷം സഹിക്കാൻ മേലാതെ എല്ലാം വാരിക്കൊണ്ട് പോയി. പിന്നെ ഒരു കൊല്ലത്തേക്ക് കാട്ടിലേക്ക് വന്നില്ല. കാർ ഷെഡൊക്കെ ഉണ്ടാക്കി, ഒരു ചെറിയ വണ്ടി മേടിച്ചു, വീടെല്ലാം ടൈലിട്ടു, എല്ലാം സെറ്റപ്പാക്കി. പക്ഷേ ആ പൈസ തീർന്നു പോയെന്നേ. ഇന്നത്തെ പോലെ സ്വർണ്ണക്കടത്തില്ലാഞ്ഞ കാലമായതുകൊണ്ട് പുള്ളി ആരും പിടിച്ചൊന്നുമില്ല. പക്ഷെ വീണ്ടും പുള്ളി വനത്തിലെത്തുന്നു. കഥ അതിൻ്റെ ക്ലൈമാക്സിലോട്ട് വരിക. വീണ്ടും സന്യാസി ചോദിക്കുന്നത്, എങ്ങനെയുണ്ട്? സന്തോഷമായിട്ടിരിക്കുന്നതാ? സന്തോഷമായിട്ടിരിക്കുന്നു. കഴിഞ്ഞ നാളുകളേക്കാളൊക്കെ സന്തോഷമല്ലേ? അതെ 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 അതെ. ഇതിനേക്കാൾ കുറച്ചുകൂടെ മെച്ചപ്പെട്ട ഒരു ജീവിതം ഇഷ്ടപ്പെടുന്നുണ്ടോ? പുള്ളി ഉണ്ട്. എന്നാത്തെ ഞാനിരിക്കുന്ന മരത്തിൻ്റെ ചുവട് മാന്തിക്കോ? ഓ, പുള്ളി മാന്തിയപ്പോൾ സന്യാസി അപ്പുറത്തേക്ക് മാറി. മാന്തിയപ്പോഴേ ഡയമണ്ടാ.
പുള്ളി അത് മുഴുവൻ വാരി കെട്ടി നാട്ടിൽ ചെന്നെല്ലാം വിറ്റ് അടുത്ത പറമ്പൊക്കെ മേടിച്ചു, അതിൻ്റെ അപ്പുറത്തെ പറമ്പും മേടിച്ച് എല്ലാം സെറ്റപ്പ്. ഇനി അടുത്ത 100 കൊല്ലത്തേക്ക് പിള്ളേർക്കും പോലും പണിയെടുക്കണം. പക്ഷെ കുറച്ച് ദിവസമായിട്ട് രാത്രി കിടക്കുമ്പോൾ ഉറക്കം വരുന്നില്ല. ഭാര്യ ചോദിച്ചു, എന്നെ പറ്റി മനുഷ്യനെ ഇതുപോലൊരു നല്ല കാലത്ത് നിങ്ങളിങ്ങനെ ഉറങ്ങാതെ കിടക്കുന്നത്? നേരത്തെ നിങ്ങൾ ഈ വിറക് വെട്ടുന്ന കാലത്ത് നിങ്ങളുടെ കൂർക്കമ്പലി കാരണം എനിക്ക് ഉറങ്ങാൻ മേലായിരുന്നു. പുള്ളി ഒരു ഗൗരവമേറിയ ചോദ്യം ഭാര്യയോട് ചോദിച്ചു. ഈ വെള്ളിയും ഈ സ്വർണവും ഈ ഡയമണ്ടും ഇന്ന സ്ഥലത്തുണ്ടെന്നറിയാവുന്ന സന്യാസി ഇതൊന്നും കുഴിച്ചെടുക്കാതെ മഴ കൊണ്ട് വെയിൽ കൊണ്ട് അവിടെ ഇരിക്കുന്നു എങ്കിൽ അയാൾ ഇതിനേക്കാൾ വലുതെന്തോ കണ്ടിട്ടില്ലേ? അതുകൊണ്ട് ഞാൻ അയാളെ കാണാൻ പോകാമെന്ന് പറഞ്ഞു. അവിടെ ചെന്നു. സന്യാസി വേറൊരു മരത്തിൻ്റെ ചോട്ടി ഇരിപ്പുണ്ട്. എന്നാ പിന്നെ വന്ന ഡയമണ്ടൊക്കെ തീർന്നോ? അതല്ല, ഇതെല്ലാം ഇവിടെ ഉണ്ടായിട്ടും നിങ്ങളെന്തേ അതെടുക്കാതെ ഇവിടെ ഇരുന്നു? ഉത്തരം കേൾക്കണോ? അന്വേഷിപ്പീൻ, കണ്ടെത്തും. പ്രിയരെ, സുവിശേഷീകരണത്തിന് മുൻതൂക്കം കൊടുക്കുന്ന സഭയാണ് പെന്തക്കോസ്ത് സഭ. നമ്മുടെ ഫസ്റ്റ് പ്രയോറിറ്റി എന്ന് പറഞ്ഞാൽ നമ്മൾ സുവിശേഷവും നടത്തുന്നവരാണ്. പാലായിലെ ബിഷപ്പ് ഏതോ പ്രസംഗത്തിൽ പറഞ്ഞിരിക്കുകയാണ്, ഞാൻ തിരുവല്ലയിൽ കൂടെ കാറിൽ പോകുമ്പോൾ ആ കവലയിൽ നിന്നുകൊണ്ട് വിദ്യാഭ്യാസമുള്ള ചെറുപ്പക്കാർ വരുവീനി നല്ല സമയം എന്നുള്ള പാട്ടുപാടി കൈകൊട്ടിപ്പാടുന്നു. ഞാനൊന്ന് ശ്രദ്ധിച്ചു നോക്കി. അപ്പോൾ ഞാൻ എൻ്റെ ഡ്രൈവറോട് ചോദിച്ചു, നമ്മുടെ ഇടവകയിലെ വല്ലവരും അതിനകത്തുണ്ടോ എന്ന് ഞാൻ ചോദിച്ചപ്പോൾ ഡ്രൈവർ എന്നോട് പറഞ്ഞു, നമ്മുടെ ഇടവകക്കാർ അങ്ങനത്തെ മണ്ടത്തിലൊന്നും കാണിക്കുകയില്ല, അത് നിശ്ചയമായിട്ടും പെന്തക്കോസ്തുകാരായിരിക്കും. തിരുമേനി പരസ്യമായിട്ട് എവിടെയോ പ്രസംഗം ചെയ്യാൻ കേട്ടതാ. പ്രിയപ്പെട്ടവരെ, നമ്മുടെ ഫസ്റ്റ് പ്രയോറിറ്റി നമ്മൾ പരസ്യവും നടത്തുന്നവരാണ്, നമ്മൾ സുവിശേഷം അറിയിക്കുന്നവരാണ്. അത് കുറയ്ക്കരുത്. അതിന് ഭംഗി കുറവാണെന്നോ ഔട്ട് ഓഫ് ഫാഷൻ ആണെന്നോ എന്തെങ്കിലുമൊക്കെ കമൻറ്റുകളൊക്കെ വരുന്നതൊന്നും മൈൻഡ് ചെയ്യണ്ട. കേട്ടാലും കേൾക്കാഞ്ഞാലും സുവിശേഷം പറയുന്ന സഭയാണ് നമ്മുടെ സഭ. അതുകൊണ്ട് കഴിഞ്ഞ കാലങ്ങളെക്കാൾ മെച്ചമായി സുവിശേഷീകരണം നടത്തണം. ഇന്ന് വിതയ്ക്കുക, നാളെയും വിതയ്ക്കുക. നിന്റെ കാലശേഷവും അത് മുളച്ചുകൊണ്ടിരിക്കും. മറ്റൊരാൾ വന്ന് അത് കൊയ്തുകൊണ്ടിരിക്കും. രാവിലെ നിന്റെ വിത്ത് വിതയ്ക്കുക, വൈകുന്നേരത്ത് നിന്റെ കൈ ഇളച്ചിരിക്കരുത്. ഹല്ലേലൂയ. രണ്ടാമത്, നമ്മൾ ആത്മനിറവിനും അന്യഭാഷയ്ക്കും ശരീരങ്ങൾ അനങ്ങി കൈകൾ അടിച്ച് വാദ്യോപകരണങ്ങൾ ഉപയോഗിച്ച് ആരാധിക്കുന്നവരാണ്, സ്തുതിക്കുന്നവരാണ്, ഇമോഷൻസ് പ്രകടിപ്പിക്കുന്നവരാണ്. ഡ്രമ്മും സൈഡ് ഡ്രമ്മും ഒക്കെ ഉള്ള ആ വായനയും ഒക്കെ കേട്ട് ഞാനിങ്ങനെ പാട്ട് ശ്രദ്ധിക്കുന്നതിനേക്കാൾ കൊട്ട് ശ്രദ്ധിച്ചിരുന്നു പോയി. അത്ര ഗംഭീര പരിപാടിയാണ്. എന്നാൽ CSI കൊയർ എന്നൊക്കെ പറയുന്ന ലോകപ്രസിദ്ധമാണ്. വളരെ ശാന്തമായിട്ട് പോകുന്ന, അവർക്കതാ സുഖം. പക്ഷെ നമുക്ക് ഇതാ സുഖം. നമുക്ക് ഇച്ചിരൂടെ ഒച്ചയും ഇച്ചിരൂടെ ആവേശവും ഇച്ചിരൂടെയൊക്കെ എഴുന്നേറ്റ് ഇത് നൃത്തം ചെയ്യാനൊക്കെ സമയം കിട്ടിയാൽ നമ്മൾ വിടത്തില്ല. നമ്മൾ അഭിഷേകം എന്ന വാക്കേ പിടിക്കണ്ട. ആത്മനിറവ്, ആത്മസ്നാനം, അഭിഷേകം, ആത്മശക്തി, ആത്മനിയോഗം, കൃപാവരങ്ങൾ, ഇതിന് ഇമ്പോർട്ടൻസ്. രണ്ടാമത്തെ നമ്മുടെ പ്രയോറിറ്റി അതാണ്. അതോടൊപ്പം വിശുദ്ധ ജീവിതം നയിക്കുക, ഇതും നമ്മുടെ മുൻഗണനയാണ്. ഇതിൽ നിന്ന് നാം പുറകോട്ട് പോകരുത്. അപ്പം ദൈവം നമ്മിൽ നിന്ന് എന്താണ് പ്രതീക്ഷിക്കുന്നത്? ലൂക്കോസിന്റെ സുവിശേഷം 13-ാം അധ്യായം. ആറ് മുതലുള്ള വാക്യങ്ങൾ ആർക്കെങ്കിലും മൈക്കിൽ കൂടെ വായിക്കാൻ പറ്റുമോ? ഇവിടെ നല്ല കോഡ്ലെസ് മൈക്കൊക്കെ ഇരിപ്പുണ്ടായിരുന്നല്ലോ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ലൂക്കോസ് 13-ന്റെ 6 മുതൽ.
ആ, ഒരു മനുഷ്യന് ഒരു മുന്തിരിത്തോട്ടം ഉണ്ടായിരുന്നു, അതിനകത്തൊരു അത്തിവൃക്ഷവും ഉണ്ടായിരുന്നു. അവൻ അതിൽ ഫലം തിരഞ്ഞു വന്നു. അത്തി പൊതുവെ തോട്ടത്തിൽ നടുന്നതല്ല, വഴി നിന്നാലും കായ്ക്കും. നമ്മുടെ മാവൊക്കെ പോലെ എവിടെ നിന്നാലും കായ്ക്കും. എന്നാൽ ഇവനൊരു സ്പെഷ്യൽ പരിഗണന കൊടുത്തു. മുന്തിരിയൊക്കെ വളരെ ബലഹീന ജീവിയാണ്, അതിനെ നന്നായിട്ട് പ്രൊട്ടക്റ്റ് ചെയ്താലേ അത് കായ്ക്കത്തുള്ളൂ. അതിനകത്ത് കൊണ്ടുവന്ന് നട്ടു. സ്പെഷ്യൽ പരിഗണന ലഭിച്ചു. ദൂതിലേക്ക് കിടക്കുക. മറ്റുള്ളവർക്ക് ലഭിക്കാത്ത ചില പരിഗണനകൾ, ചില അംഗീകാരങ്ങൾ ദൈവം നിനക്ക് തന്നിട്ടില്ലേ? ഉണ്ടോ? സ്പെഷ്യൽ പരിഗണനകൾ ദൈവം തന്നിട്ടുണ്ടോ? ഉണ്ടെങ്കിൽ ഓർത്തിട്ട് ആ കൈകൾ ഉയർത്തി സ്തോത്രം പറഞ്ഞാൽ. വ്യത്യസ്തമായ കാവൽ, വ്യത്യസ്തമായ കരുതൽ. ഞാൻ പറഞ്ഞാൽ എൻ്റെ കണ്ണ് നിറയും. 2001 അപകടം ഉണ്ടായി. അന്ന് ഇന്നത്തെ അത്രയും ആത്മീയ പക്വതയില്ല. ഞാൻ എൻ്റെ കാറിൽ വെച്ച് നിലവിളിച്ചുകൊണ്ട് പറഞ്ഞു, എൻ്റെ അപ്പനോ എൻ്റെ അമ്മയോ എൻ്റെ സഹോദരങ്ങളോ ഇല്ലാത്ത നാട്ടിൽ, ആരുമില്ലാത്തിടത്ത് ഞാൻ ബ്ലീഡിംഗ് ആയിട്ട് റോഡിൽ കിടക്കുകയാണല്ലോ യേശുവേ എന്ന് ഞാൻ പറഞ്ഞു. പറയരുതായിരുന്നു, പറഞ്ഞു. കാരണം എൻ്റെ ഭാര്യയാണ് ഓടിച്ചിരുന്നത്. അവളും ഏതാണ്ട് അബോധാവസ്ഥയിലായി. രാത്രി 1 മണി. ഞാൻ അറിയാതെ ഈ വാക്ക് പറഞ്ഞു തീരുമ്പോൾ, അപ്പോൾ ഒരു 10 മിനിറ്റ് അങ്ങനെ കിടന്നു. ബ്ലഡാണ് മുഴുവനും. പറഞ്ഞു തീരുമ്പോൾ ഒരു അംബാസഡർ കാർ അവിടെ വന്നു. ഞാനിങ്ങനെ കൈപൊക്കി. അപ്പം ഞങ്ങൾ മരിച്ചിട്ടില്ലെന്ന് മനസ്സിലായിട്ടാ മനുഷ്യൻ ഇറങ്ങി വന്ന്, പിന്നത്തെ കഥ നീട്ടുന്നില്ല, ഞങ്ങളെ രക്ഷിച്ചു. അടുത്തുള്ള ആശുപത്രി ചെന്നപ്പോൾ പ്രതീക്ഷയില്ലെന്ന് പറഞ്ഞു. അപ്പോഴേക്കും ടാക്സിക്കാരൻ സ്ഥലം വിട്ടുപോയി. ആശുപത്രിക്കാർക്ക് എന്താ ചെയ്യേണ്ടതെന്ന് അറിയാൻ മേല. ആശുപത്രിയിലെ മെയിൻ ആൾ പുറത്തിറങ്ങി അയൽവക്കത്തുള്ള വീട്ടിൽ അന്വേഷിച്ചു. ഇങ്ങനെ 2 മേജർ കേസ് ഇവിടെ കൊണ്ടുവന്നാക്കിയിട്ടുണ്ട്, നിങ്ങൾ അറിയുമെന്ന് നോക്കാൻ പറഞ്ഞപ്പോൾ ആ ടൗണിലുള്ള ഒരു വ്യവസായി, ഒരു വ്യാപാരി വന്ന് കണ്ടിട്ട് പറഞ്ഞു, ഞാൻ അറിയുന്ന ആളാണ്. അദ്ദേഹം വിശ്വാസിയല്ല. അദ്ദേഹത്തിൻ്റെ കാറിൽ ഞങ്ങളെ എറണാകുളത്തേക്ക് കൊണ്ടുപോയി. ഞങ്ങളൊക്കെ അന്യനാട്ടിലാണ് വേല ചെയ്യുന്നത്, ആരുമില്ല. എപ്പോഴും ബ്ലഡ് റിലേഷൻ ഒരു പ്രത്യേക വിലയുണ്ട്, ആരും എടുത്തില്ല. മെഡിക്കൽ ട്രസ്റ്റ് ഹോസ്പിറ്റലിലേക്ക് ചെല്ലുമ്പോൾ രാത്രി 2 അല്ല 2:30, കാഷ്വാലിറ്റിയുടെ വാതിക്കൽ പൊക്കം കുറഞ്ഞൊരു ചെറുപ്പക്കാരൻ നിൽക്കുക. ഒരു തടിച്ച കവർ നിറയെ പൈസയാണ്. ഡോക്ടറുടെ കയ്യിലോട്ട് കൊടുത്തിട്ട് പറഞ്ഞു, ഇവരുടെ ജീവൻ രക്ഷിക്കണം, എത്ര പൈസ ആണെങ്കിലും ഞാൻ കൊണ്ടു തന്നോളാം. ആ പയ്യനെ ഞാൻ അറിയില്ല. സ്പെഷ്യൽ ഫേവർ ദൈവം നിനക്ക് തന്നിട്ടുണ്ടെങ്കിൽ, പ്രത്യേക കരുതൽ ദൈവം നിനക്ക് തന്നിട്ടുണ്ടെങ്കിൽ, പ്രത്യേക കാവൽ ദൈവം നിനക്ക് തന്നിട്ടുണ്ടെങ്കിൽ, അതിൻ്റെ അർത്ഥം എന്നാണെന്നറിയാമോ? നീ വ്യത്യസ്തമായ ഫലം കൊടുക്കേണ്ടവനാണ്. ഹല്ലേലൂയ. പക്ഷേ 3 വർഷമായി ബലം തിരിഞ്ഞു വരുന്നു, കാണുന്നില്ല. ഒരു മധ്യസ്ഥൻ കയറി പറയുകയാണ്, വെട്ടല്ലേ, 1 വർഷം കൂടെ നിൽക്കട്ടെ. പ്രിയരെ, ഇതൊരു വാർഷിക സമ്മേളനമാണ്. 1 വർഷം കൂടെ നീട്ടിത്തന്നു. എന്തിനാണെന്നറിയാമോ? നീ അവനാഗ്രഹിച്ച ഫലം കായ്ക്കുക. നീ അവനാഗ്രഹിച്ച ഫലം കായ്ക്കുക. മറ്റുള്ളവർ ആഗ്രഹിച്ചതല്ല, നീ ആഗ്രഹിച്ചതുമല്ല. അവൻ നിന്നെക്കുറിച്ച് ആഗ്രഹിച്ച ഫലം. പലപ്പോഴും ആ ദൈവത്തിൻ്റെ പെർഫെക്റ്റ് വില്ലറിയാതെ നമ്മൾ പിയർ പ്രഷർ എന്ന് പറയുന്നത് പോലെ നമ്മൾ നിൽക്കുന്ന സമൂഹത്തിൻ്റെ പ്രഷറിന് അടിമപ്പെട്ടു പോകാറുണ്ട്. അതിനിടയിൽ നിന്ന് പുറത്തു വന്നിട്ട് നന്മയും പൂർണ്ണതയും പ്രസാദമുള്ള ദൈവഹിതം വ്യക്തിപരമായി തിരിച്ചറിയാൻ ഉത്സാഹിക്കുക. അപ്പം ദൈവം കാത്തു നിൽക്കുന്നത് എന്തിന് എന്ന് ചോദിച്ചാൽ,
യേശു നമുക്ക് വേണ്ടി കാത്തു നിൽക്കുന്നത് എന്തിനെന്ന് ചോദിച്ചാൽ അവൻ ആഗ്രഹിക്കുന്ന ഫലം കിട്ടാൻ. സ്തോത്രം, 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 സ്തോത്രം. നമ്പർ 2, 2 പത്രോസ് 3-ാം അധ്യായം. അതിൻ്റെ 9-ാമത്തെ വാക്യം. ചിലർ താമസമെന്ന് വിചാരിക്കുന്നത് പോലെ കർത്താവ് തൻ്റെ വാഗ്ദത്തം നിവർത്തിപ്പാൻ താമസിക്കുന്നില്ല. ആരും നശിച്ചു പോകാതെ എല്ലാവരും മാനസാന്തരപ്പെടണമെന്ന് അവൻ ഇച്ഛിച്ച് നിങ്ങളോട് ദീർഘക്ഷമ കാണിക്കുന്നതേയുള്ളൂ. കർത്താവ് പ്രതീക്ഷിക്കുകയാണ് ഇനിയും ചിലരും കൂടെ മാനസാന്തരപ്പെടുവാൻ. നമ്മളെല്ലാ യോഗത്തിലും ആമേൻ കർത്താവേ വരണമേ എന്ന് പറയും. ചിലരെ താല്പര്യം കാരണം വേഗം വരണേ എന്നും പറയും. പക്ഷെ വന്നില്ലല്ലോ. പെരുമ്പാവൂർ ഞാൻ സഭാ ശുശ്രൂഷയിലിരിക്കുമ്പോൾ ആദിവാസി മേഖലയിൽ നിന്ന് വിശ്വാസത്തിലേക്ക് വന്നൊരു ചെറുപ്പക്കാരൻ സന്ദർശനാർത്ഥം ചർച്ചിൽ ഇരിപ്പുണ്ടായിരുന്നു. കർത്താവിൻ്റെ വരവിനെക്കുറിച്ചുള്ള ഒരു ദൂത് ഞാൻ ആദ്യമേ പറഞ്ഞു. ജനങ്ങളെല്ലാം കൈയടിച്ച് സ്വീകരിച്ചു. സാക്ഷിക്ക് സമയം കൊടുത്തപ്പോൾ ഈ ആദിവാസി സഹോദരൻ ചാടി എഴുന്നേറ്റിട്ട് പറഞ്ഞു, നിങ്ങളീ പറയുന്ന പോലെയൊന്നും കർത്താവ് വരികയില്ല. നിങ്ങൾ പറ. പെട്ടെന്ന് അവനെ ശാസിക്കണം എന്നൊക്കെ നമുക്ക് തോന്നുകയല്ലേ? പക്ഷെ ദൈവത്തിൻ്റെ ആത്മാവ് എന്നെ ശാസിച്ചതുകൊണ്ട് ഞാൻ അവനെ ശാസിച്ചില്ല. അവൻ എന്നാ പറഞ്ഞെന്ന് ഞാൻ കേട്ടു. നിങ്ങളുടെ അളിയനും അമ്മയും അപ്പനും അനിയനും ചേട്ടനും എല്ലാം സ്ഥാനപ്പെട്ടു. ഞങ്ങളുടെ കുലത്തിൽ നിന്ന് ഗോത്രത്തിൽ നിന്ന് ഞാൻ ഒരുത്തനെ വന്നിട്ടുള്ളൂ. അതുകൊണ്ട് വേഗം വരണേന്നൊന്നും പറയരുതേ. അവരും കൂടി ഒന്ന് മാനസാന്തരപ്പെടട്ടെ. ഇഷ്ടക്കുറവ് വന്നോ ഈ പറഞ്ഞതിൽ? വേഗം വരണേന്ന് നിങ്ങൾ പറഞ്ഞു. പക്ഷേ വരുന്ന കാര്യം കർത്താവാ തീരുമാനിക്കുന്നത്, നമ്മളല്ല. നമ്മൾ തീരുമാനിച്ച് എത്രയോ പേര് കെടി ചാടിയിട്ടുണ്ട്. വരുന്ന കാര്യം വരുന്നവനാ തീരുമാനിക്കുന്നത്. നമ്മുടെ ദൗത്യം എന്നാണെന്നറിയാവോ? ആരും നശിച്ചു പോകാതെ, ആരും നശിച്ചു പോകാതെ, ആരും നശിച്ചു പോകാതെ. 146 കോടി മനുഷ്യരെ കുറിച്ച് ഒന്ന് പ്രാർത്ഥിക്കാനെങ്കിലും നമുക്ക് തോന്നുന്നുണ്ടോ? ഇന്നേക്ക് 100 കണക്കിന് വർഷങ്ങൾക്ക് മുമ്പ് ഗംഗാ നദിയിലൂടെ ഒരു മനുഷ്യൻ സെറാംപൂർ എന്ന സ്ഥലത്ത് എത്തുന്നു. റോഡില്ലാത്തത് കൊണ്ടാണ്. ആ ഗംഗാ നദിയുടെ തീരത്ത് അദ്ദേഹം പ്രോപ്പർട്ടി വാങ്ങുന്നു. ബൈബിൾ തർജിമയ്ക്ക് വേണ്ടി പ്രസ്സുകൾ സ്ഥാപിക്കുന്നു. അപ്പോൾ തന്നെ സുവിശേഷം അറിയിക്കുന്നതിനുള്ള സമയം മാറ്റിവെക്കുന്നു. ആ നാട്ടിൽ നിന്ന് ആദ്യമായി വിശ്വാസം സ്വീകരിച്ച ഒരു ചെറുപ്പക്കാരനെ ഗംഗാനദിയിൽ സ്നാനപ്പെടുത്തി. അതിൻ്റെ ഓർമ്മയ്ക്ക് വേണ്ടി അവിടെ ഒരു ശിലാഫലകം സ്ഥാപിച്ചിട്ടുണ്ട്. അകത്തോട്ട് ചെല്ലുമ്പോൾ ആയിരക്കണക്കിന് കുട്ടികൾ പഠിക്കുന്ന സെറാംപൂർ കോളേജിനകത്ത് ഞങ്ങൾ കയറി കഴിഞ്ഞ ആഴ്ചയിൽ. അവിടെ 3 പേരുടെ ചിത്രം വെച്ചിട്ടുണ്ട്. നടുക്കിരിക്കുന്നയാളുടെ പേര് വില്യം കേറി. അവരെന്നോട് പറഞ്ഞു അദ്ദേഹത്തിൻ്റെ സെമിത്തേരി കാണണ്ടേ? ഞാൻ പറഞ്ഞു കാണണം. അവിടെ ചെന്നപ്പോൾ അദ്ദേഹത്തിൻ്റെ സ്ഥിരമായ പദപ്രയോഗങ്ങൾ എഴുതി വെച്ച കല്ലറ കണ്ടു. 13 വയസ്സുള്ള കുഞ്ഞിനെ അടക്കിയ കല്ലറ കണ്ടു. ഭാര്യയെ അടക്കിയ കല്ലറ കണ്ടു. ആ മനുഷ്യൻ അന്ന് അവിടെ വന്നില്ലായിരുന്നെങ്കിൽ ഈ പുസ്തകം പിടിച്ച് ഞാനും നിങ്ങളും ഇന്നിവിടെ നിൽക്കുകയില്ല. അവിടെ ലൈബ്രറിക്കകത്ത് കയറിയപ്പോൾ 45 ഭാഷകളിൽ അദ്ദേഹം ബൈബിളിൻ്റെ ഭാഗങ്ങൾ അന്ന് തർജിമ ചെയ്തു. മുഴുവനല്ല, 45 ഭാഷകളിൽ. കൊയ്ത്ത് വളരെയുണ്ട്, വേലക്കാർ ചുരുക്കം. ഞങ്ങളുടെ കൊച്ചു സഭ പിറവത്തു നിന്ന് തമിഴ്നാട്ടിൽ ബൈബിൾ തർജ്ജിമ ചെയ്യുന്ന ടീമിനെ കാണാൻ പോയി.
കാരണം അത് നമുക്ക് അടുത്താണല്ലോ. പ്രിയപ്പെട്ടവരെ, ഈ കഴിഞ്ഞ 30 കൊല്ലം മുമ്പ് വരെ അവർ വസ്ത്രം ധരിച്ചിരുന്നില്ല. അവിടെ വിക്ലീഫ് ഇന്ത്യയുടെ പ്രവർത്തനം വ്യാപിപ്പിക്കുന്നു. 100 കണക്കിന് ആളുകൾ ഈ പുസ്തകം വായിക്കാൻ തുടങ്ങി. ആരും നശിച്ചു പോകരുത് എന്ന് കർത്താവ് ആഗ്രഹിക്കുന്നു. നമ്മുടെ മനോലോകം, നമ്മുടെ മനോരാജ്യം, നമ്മുടെ തിങ്കിങ് ലെവൽ, തിങ്കിങ് സർക്കിൾ തീരെ ചെറുതാണ്. നമ്മൾ നമ്മുടേതായ ഒരു സമൂഹത്തെക്കുറിച്ചും അതിനകത്തുള്ള കാര്യങ്ങളെക്കുറിച്ചും വല്ലാതെ ബാധിക്കപ്പെട്ടിരിക്കുന്നു. കുറച്ചുകൂടെ ലോകത്തെ കാണാൻ ആരും നശിച്ചു പോകരുത്. എല്ലാവരും മാനസാന്തരപ്പെടുവാൻ കർത്താവ് വെയിറ്റ് ചെയ്യുന്നു. കല്യാണം നടക്കാൻ ആഗ്രഹം മണവാളനാണോ മണവാട്ടിക്കാണോ? ഒരു സംശയം വേണ്ട, മണവാളനാണ്. ഇതാ ഞാൻ വേഗം വരുന്നു എന്ന് അവിടുന്ന് പറഞ്ഞതാണ്. പക്ഷെ ഒറ്റ കാര്യം, 146 കോടിയിൽ 20 കോടിയെങ്കിലും സ്ഥാനപ്പെട്ടിട്ടുണ്ടോ? സംശയമാണ്. ഒരു മിഷണറിയുടെ ആത്മാവ് നമ്മുടെ അകത്ത് കയറിയാൽ നമ്മുടെ ലെവല്, ചിന്താഗതി മാറും, മനോഭാവം മാറും. നമുക്ക് ഒത്തിരി ഉത്സാഹം വർദ്ധിക്കും. ഞാൻ കാലിൻ്റെ ബലഹീനത കൊണ്ട് ഒരു ചെറിയ സ്റ്റിക്ക് ഉപയോഗിച്ചാണ് അവിടെ ചെന്നത്. അതിനകത്തോടെ നടന്നപ്പോൾ എനിക്ക് മനസ്സിലായി, ഈ വടിയൊന്നും ഒരു വിഷയമല്ല. അയ്യോ, അവരൊക്കെ കൊടുത്ത വില അത്ര ഭയങ്കരമായിരുന്നു. ഇംഗ്ലണ്ടിൽ നിന്നൊരു മനുഷ്യൻ കൽക്കട്ടയിൽ വന്ന് ചെയ്ത സേവനം നമുക്കൊന്നും ഊഹിക്കാൻ പറ്റുന്നതിനപ്പുറമാണ്. അവിടെ ബൈബിൾ പഠിക്കുന്നവർക്ക് വേണ്ടി മറ്റൊരു ബിൽഡിംഗ് ഉണ്ട്, സെനറ്റ് ഓഫ് സെറാംപൂർ എന്നാണ് എൻ്റെ പേര്. ശ്രീരാംപൂർ എന്നതിനെ ആക്കിയിട്ടുണ്ട്. എങ്കിലും ആകട്ടെ, സുവിശേഷീകരണം പൂർത്തിയാക്കാൻ യേശു നമ്മെ കുറിച്ച് ആഗ്രഹിക്കുന്നു. ആര് പറയും? നമ്മളല്ലാതെ, സുവിശേഷം അറിഞ്ഞവനല്ലാതെ ആര് സുവിശേഷം പറയും? വിടുതൽ കിട്ടിയവനല്ലാതെ ആര് വിടുതലിനെ കുറിച്ച് പറയും? യേശു നല്ലവനാണ്, മതിയായവനാണ്, വഴി തുറക്കുന്നവനാണ് എന്ന് അറിയാവുന്ന നീ ഇത് 1000 പേരോട് പറയണ്ടേ? സമയത്തെ ഞാൻ ബഹുമാനിച്ച് ചുരുക്കുകയാണ്. അയ്യോ, ഇതുപോലൊരു നല്ല കാലം ഇനി വരാനില്ല. ഒരു മെസ്സേജ് 1 മിനിറ്റ് കൊണ്ട് 1,00,000 പേരുടെ അടുത്ത് എത്തിക്കാവുന്ന കാലത്താണ് നമ്മൾ ജീവിക്കുന്നത്. സോഷ്യൽ മീഡിയ എന്ന സൂപ്പർ ഹൈവേ പോസിറ്റീവായിട്ട് ഉപയോഗിക്കാൻ കഴിവുള്ളവർ ഇവിടെ ഇരിപ്പുണ്ടല്ലോ. ഞാൻ ഇവിടുത്തെ സംഭവങ്ങളൊക്കെ ഇങ്ങനെ സോഷ്യൽ മീഡിയ വരുന്ന കണ്ടപ്പോൾ എനിക്ക് മനസ്സിലായി, ആരോ കഴിവുള്ള പിള്ളേർ ഇതിൻ്റെ പുറകിലുണ്ട്. പേര് എനിക്കറിയാം, പറയുന്നില്ല. സ്മാർട്ട്, വളരെ ബ്യൂട്ടിഫുൾ ആയിരിക്കുന്നു അതിൻ്റെ വർക്ക്. ആമേൻ. സോഷ്യൽ മീഡിയ സൂപ്പർ ഹൈവേ സുവിശേഷത്തിന് വേണ്ടിയാ തുറന്നത്. മൈക്ക് കണ്ടുപിടിച്ചെന്തിനാ? സുവിശേഷം പ്രസംഗിക്കാൻ. കാറ് കണ്ടുപിടിച്ചെന്തിനാ? മിഷണറിക്ക് യാത്ര ചെയ്യാൻ. കപ്പൽ കണ്ടുപിടിച്ചെന്തിനാ? പൗലോസിന് യാത്ര ചെയ്യാൻ. അച്ചടിയന്ത്രം കണ്ടുപിടിച്ചെന്തിനാ? ബൈബിൾ പ്രിന്റ് ചെയ്യാൻ. സംശയം വേണ്ട, ഒരു സംശയം വേണ്ട. നിനക്കുള്ള ആരോഗ്യം, നിനക്കുള്ള ബുദ്ധി, നിനക്കുള്ള വിവേകം, നിനക്കുള്ള ഫെസിലിറ്റി only for gospel. Praise the Lord. Praise the Lord. ഞാൻ സഭയ്ക്കകത്ത് പ്രസംഗിക്കുന്നതിനേക്കാൾ കൂടുതൽ സഭയ്ക്ക് പുറത്ത് പ്രസംഗിക്കുന്നുണ്ട്. എനിക്ക് പ്രാഗൽഭ്യം ഉണ്ടാക്കരുത്. സഭയ്ക്കകത്തെ പ്രസംഗം മാക്സിമം കുറച്ചോണ്ടിരിക്കുക. കാരണം നമ്മൾ ഈ പറഞ്ഞിടത്ത് തന്നെ പറഞ്ഞുകൊണ്ടിരിക്കുക. എന്നതാ, അത് ആവശ്യമുണ്ട് ഒരു പരിധി വരെ. താങ്ക് യു ജീസസ്. ദൈവം അനുവദിച്ചാൽ നാളെ ബീഹാറിലേക്ക് പോകും. ഞായറാഴ്ചയ്ക്ക് മുമ്പ് തിരിച്ചു വരും. പ്രിയരെ, ഇന്ന് മൂവ് ചെയ്യണം കേട്ടോ, എങ്ങോട്ടെങ്കിലുമൊക്കെ. മോശക്കുഞ്ഞിനെ അമ്മ സൺഡേ സ്കൂളിൽ പഠിപ്പിച്ചെന്ന് നമ്മൾ പറയാറുണ്ടല്ലോ അല്ലേ? മിസ്രൈമിലെ നിക്ഷേപങ്ങളെക്കാൾ അതൊക്കെ അവൻ്റെ ഉള്ളിൽ അമ്മ കൊടുത്തതായിരിക്കും.
പക്ഷെ അവൻ വർക്കിലേക്ക് കയറിയത്, അവൻ ചാർജായത്, അവൻ ഇനിഷ്യേറ്റീവ് എടുത്തത് എപ്പോഴാണെന്നറിയോ? അവൻ ചിലത് കണ്ടു. അവൻ അവരുടെ വേല കാണാൻ പോയി വളർന്നപ്പോൾ. അപ്പോഴവൻ കാണുകയാണ് ഒരു മിസ്രൈമിന്, ഒരു ഇസ്രായേൽക്കാരനെ അടിക്കുന്നത്. ഇത് വിട്ടുകൊടുക്കാനൊക്കെയല്ല, ഒറ്റ ഇടിക്ക് അവനെ കൊന്നു. ആരാ മോശ? നേരത്തെ നല്ല ഇടി അറിയാവുന്നത് കൊണ്ട് ഇവൻ ഇടിക്കുമെന്നറിയാൻ വേണ്ടി കോരഹിനെ പോലെയുള്ള എതിരാളികളെ ദൈവം കൊടുത്തു. തനി സ്വഭാവം പുറത്ത് വരുമെന്ന് അറിയാനാ. ഇടിച്ചില്ല കേട്ടോ, ഉള്ളു പ്രാർത്ഥിച്ചതേ ഉള്ളൂ. ഇടിച്ചാലുള്ള കുഴപ്പം നമ്മൾ തന്നെ കുഴി കുത്തി മൂടണം. ദൈവം ഇടപെട്ടാൽ ദൈവം തന്നെ മൂടിക്കോളും. എത്ര പേർക്ക് മനസ്സിലായി ഞാൻ പറഞ്ഞത്? കോരഹിൻ്റെയും കൂട്ടരെ അടക്കവും കൂടെ തമ്പുരാൻ തന്നെയാണ് നടത്തുന്നത്. ഹല്ലേലൂയ. ദൈവം ചിലത് ചെയ്യുമെന്ന് എനിക്ക് നല്ല ഉറപ്പുണ്ട്. ദൈവം ചിലത് ചെയ്യുന്നില്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്തിട്ട് എന്ത് പ്രയോജനം? സഭയ്ക്ക് വേണ്ടി ദൈവം ചിലത് ചെയ്യട്ടെ. താങ്ക് യു ജീസസ്. അതുകൊണ്ട് ഒന്ന് പോയാൽ, ഒന്ന് കണ്ടാൽ നമ്മുടെ കണ്ണു തുറക്കും. കുമ്പനാട്ട് മാത്രം പോയാ പോരാ. കേരളത്തിന് പുറത്തൊന്ന് പോകാൻ സമയം കിട്ടുമെങ്കിൽ ഒന്ന് പോണേ. മിഷന്റെ വാതിലുകളെ കാണണം. ഇന്നലെയും പാസ്റ്റർമാർ, IPCയിലെ പാസ്റ്റർമാരെ ചിലരെ അറസ്റ്റ് ചെയ്തിരിക്കുന്നു. ചിലതൊക്കെ കാണണേ. നാം സുവിശേഷീകരണം പൂർത്തിയാക്കാൻ ദൈവം ആഗ്രഹിക്കുന്നു. ഞാൻ എൻ്റെ ദൂതിൻ്റെ ഒടുവിലേക്ക് എത്തിയിരിക്കുന്നു. എന്താണ് കർത്താവ് കാത്തിരിക്കുന്നത്? 2 പത്രോസ് 3:14. അതുകൊണ്ട് പ്രിയമുള്ളവരെ, നിങ്ങളിവയ്ക്കായി കാത്തിരിക്കിയാൽ അവൻ നിങ്ങളെ കറയും കളങ്കവുമില്ലാത്തവരായി സമാധാനത്തോടെ കാണുവാൻ ഉത്സാഹിച്ചുകൊണ്ട് നമ്മുടെ കർത്താവിൻ്റെ ദീർഘക്ഷമയെ രക്ഷയെന്ന് വിചാരിപ്പീ. ഒന്നുകൂടെ വായിക്കുകയാണേ. അവൻ നിങ്ങളെ കറയും കളങ്കവുമില്ലാത്തവരായി കാണാൻ വേണ്ടി അവനിങ്ങനെ വെയിറ്റ് ചെയ്യാമെന്നാണ് അതിൻ്റെ ശരിയായ അർത്ഥം. അവൻ നിങ്ങളെ കറയും കളങ്കവുമില്ലാത്തവരായി കാണാൻ ഉത്സാഹിച്ചുകൊണ്ട് കർത്താവിൻ്റെ ദീർഘക്ഷമയെ രക്ഷയെന്ന് എന്ന് പറഞ്ഞ കർത്താവ് ദീർഘക്ഷമയോടെ ഇരിക്കുന്ന 2 കാര്യം ഇവിടെ പറയുന്നുണ്ട്. 1 ലോക സുവിശേഷീകരണം, 2 സഭയുടെ വിശുദ്ധീകരണം. ശ്രദ്ധിച്ചോ? കർത്താവ് ദീർഘക്ഷമയോടെ ഇരിക്കുക. എന്തിനാ? ഇന്ന് ചിലരും കൂടെ രക്ഷിക്കപ്പെടണം. അത് നിങ്ങളുടെ ഒരു ട്രാക്റ്റ് കൊടുത്തപ്പോഴായിരിക്കും, ഒരു കവലപ്രസംഗം നടത്തിയപ്പോഴായിരിക്കും. വെയിറ്റ് ചെയ്യുക. കവലപ്രസംഗത്തെയൊക്കെ നിസ്സാരമായിട്ട് കാണുന്ന പോലെയുള്ള ചില ചർച്ചകൾ ഇങ്ങനെ കേട്ടു ചെറുതായിട്ട്. അതൊന്നും കേട്ട് ലജ്ജിക്കരുത്. നമ്മൾ തുടങ്ങിയതാണ് ഈ സംഭവം, കവലപ്രസംഗം. 2ാമത്തെ കാര്യം, ഞാനും നിങ്ങളും അവൻ്റെ വിശുദ്ധി പ്രാപിക്കാൻ അവൻ പ്രതീക്ഷിച്ചിരിക്കുന്നു. മെസ്സേജ് തീർന്നു, പ്രാർത്ഥിക്കാൻ പോവുക. എബ്രായർ 12 താഴോട്ട് വായിക്കുമ്പോൾ, കർത്താവ് ശിക്ഷിക്കാത്ത, അപ്പൻ ശിക്ഷിക്കാത്ത മകൻ എവിടെയുള്ളൂ? ഹ്യൂസ്റ്റണിൽ ഈ വാക്യം വായിച്ചപ്പോൾ പാസ്റ്റർ ജോൺസൺ ദാനിയേൽ ഫ്രണ്ടിൽ ഇരുന്നുകൊണ്ട് പറഞ്ഞു, ഇവിടെ ഉണ്ടെന്ന് പറഞ്ഞു. അപ്പൻ ശിക്ഷിക്കാത്ത മകൻ എവിടെയുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ ഇവിടെ ഉണ്ടെന്ന് പറഞ്ഞു. പക്ഷെ ഇവിടെ ഇല്ല. നമ്മുടെ നാട്ടിലൊക്കെ അപ്പൻ ശിക്ഷിക്കാത്ത മക്കളില്ല. എന്തിനാ കർത്താവ് ഇത് പറഞ്ഞെന്നറിയോ? നമ്മളെ അവൻ ശിക്ഷിക്കുമെന്നാ. എന്തിനാ ശിക്ഷിക്കുന്നത്? നാം അവൻ്റെ വിശുദ്ധി പ്രാപിക്കാൻ. എങ്കിൽ ഞാനൊരു ചോദ്യം ചോദിക്കുക, പിണങ്ങരുത്, ഉത്തരം എന്നോട് പറയുകയും വേണ്ട. 2025 കർത്താവ് എന്നെ ശിക്ഷിച്ചിട്ടുണ്ടെന്ന് ഉറപ്പുള്ളവർ കൈപോക്കണ്ട, ഒന്ന് പരിശോധിച്ചാൽ മതി. കർത്താവ് നിന്നെ ശിക്ഷിച്ചില്ലെങ്കിൽ അതിൻ്റെ അർത്ഥം എന്നാ? നീ പെർഫെക്റ്റാണ്. അങ്ങനെയാണെങ്കിൽ പെർഫെക്റ്റ് ആയിട്ടുള്ളവർ കൈപോക്കാൻ പറയുന്നില്ല, അതും പ്രശ്നമാണ്. കാരണം ശ്രദ്ധിച്ച് കേൾക്കാതെ ചിലപ്പോൾ കൈപോക്കും. ബാലശിക്ഷ രോഗമായിട്ട് വരാം, ആക്സിഡൻ്റായിട്ട് വരാം, പണനഷ്ടമായിട്ട് വരാം, നിരാശയായിട്ട് വരാം, മക്കളുടെ മേൽ വരുന്ന ചില പ്രശ്നങ്ങളായിട്ട് വരാം.
നിന്നെ ഇന്ന് വരെ ദൈവം ശിക്ഷിച്ചിട്ടില്ലേ? ജാനുവരി 22, 2025 എൻ്റെ കാലിനൊരു ഫ്രാക്ചർ പറ്റി. പൊതുവി ഞാൻ പറയത്തില്ല. ഞാൻ കർത്താവിനോട് ചോദിച്ചു, ഞാൻ എന്നാ തിരുത്തണ്ട കർത്താവേ? സാത്താൻ തള്ളിയിട്ടെന്നൊക്കെ പറഞ്ഞ് രക്ഷപ്പെടല്ലേ? ദൈവം അറിയാതെ സംഭവിക്കുമോ? എന്തോ നീ തിരുത്താനുണ്ട്, എവിടെയോ ശുദ്ധീകരണം നടക്കാനുണ്ട്. ഇത് ദൈവത്തിന്റെ ദൂതാണ്. മനസ്സോടെ അല്ലല്ലോ അവൻ മനുഷ്യപുത്രന്മാരെ പ്രയാസപ്പെടുത്തുന്നത്. നിന്റെ ഒരു തുള്ളി കണ്ണുനീര് വെറുതെ വീഴത്തില്ല. കർത്താവേ, നീ ആഗ്രഹിക്കുന്ന അളവിൽ ഒരു വിശുദ്ധ ജീവിതത്തിലേക്ക് ഞാൻ എന്നെ സമർപ്പിക്കുന്നു. കർത്താവിനോടൊന്ന് പറഞ്ഞേ, ഒന്ന് പറഞ്ഞേ, ഒന്ന് പറഞ്ഞേ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. മാലിന്യപ്പെട്ടിടാതോടിടുക, മണവാളൻ വരവേറ്റമടുത്തുപോയി. മാലിന്യപ്പെട്ടിടാതോടിടുക, മണവാളൻ വരവേറ്റമടുത്തുപോയി. മണിയറയിൽ പോയി നാം ആശ്വസിപ്പാൻ ഒരുങ്ങിടാൻ. ഒരു മിനിറ്റ്. സഹോദരന്മാർ നന്നായിട്ട് പാടും. അതുകൊണ്ട് ഞാൻ അതിൻ്റെ ആ കറക്റ്റ് ഭംഗിയിൽ പിച്ചിൽ അവർ പാടട്ടെ. ഞാൻ ഒന്ന് പ്രാർത്ഥിക്കാൻ പോകും. ഒന്ന് കണ്ണുകൾ അടച്ചേ. ഇപ്പോഴുള്ളതിനേക്കാൾ കുറച്ചുകൂടെ മികച്ച വിശുദ്ധ ജീവിതം, കുറച്ചുകൂടെ കർത്താവിന് പ്രയോജനമുള്ള ജീവിതം, കുറച്ചുകൂടെ മറ്റുള്ളവർക്ക് പ്രയോജനമുള്ള ജീവിതം, കുറച്ചുകൂടെ വിശുദ്ധ ജീവിതം നയിപ്പാൻ എനിക്ക് കൊതിയുണ്ടെന്ന് പറയുന്നവർ കൈ ഉയർത്തിപ്പിടിച്ച പിതാവേ, ആലപ്പുഴ സെൻറ്ററിനായി സ്തോത്രം. ബഹുമാനപ്പെട്ട തമ്പിച്ചായനായി സ്തോത്രം. ഞങ്ങളോട് വചനം പറഞ്ഞ ദുബായിൽ നിന്ന് കടന്നു വന്ന രാജൻ പാസ്റ്റർക്കായിട്ടും ഫിലിപ്പി സാറിനായും സ്തോത്രം. നിന്റെ ദാസന്മാരെ എല്ലാവരെയും ഉപയോഗിച്ചതിനാൽ സ്തുതിക്കുന്നു. അടിയൻ പറഞ്ഞ ദൂത് നിന്റെ ജനത്തിന് പ്രയോജനമാകണമേ. ഒരു പടി കൂടെ അങ്ങേ സ്നേഹിപ്പാൻ, ഒരു പടി കൂടെ സുവിശേഷീകരണത്തിൽ മുന്നേറുവാൻ, ഒരു പടി കൂടെ വിശുദ്ധി നയിപ്പാൻ കൃപ തന്നാട്ടെ. യേശുവിൻ നാമത്തിൽ തന്നെ ചേർന്ന് പാടാം സമയമുള്ളതനുസരിച്ച്.